4 തവണയായി 7 വർഷം ഉത്തർപ്രദേശ് ഭരിച്ച മുഖ്യമന്ത്രി, സംസ്ഥാന ചരിത്രത്തിലെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രി, ദേശീയ തലത്തിൽ പോലും ഏറെ നിർണായക ശക്തിയായിരുന്ന പാർട്ടി. മായാവതി എന്നും BSP എന്നും പറയുമ്പോൾ ഓർമ്മ വരുന്ന വിശേഷണങ്ങൾ ഇങ്ങനെ നിരവധിയാണ്. അവർക്ക് പറയാൻ പ്രതാപത്തിൻ്റെ വലിയൊരു ഭൂതകാലമുണ്ട്. എന്നാൽ 2012 UPയിൽ അധികാരം നഷ്ടമായതിനു ശേഷം ആ പാർട്ടിയുടെ വളർച്ച പടവലങ്ങൽ പോലെ താഴോട്ടായി. അങ്ങനെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BSPക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണം വട്ടപൂജ്യം. പക്ഷേ ഒറ്റ സീറ്റിൽ പോലും വിജയിക്കാനായില്ലെങ്കിലും 16 മണ്ഡലങ്ങളിൽ NDA വിജയത്തിൽ BSP നിർണായക പങ്കുവഹിച്ചെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത്രയും മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടാണ് BSP സ്ഥാനാർത്ഥികൾ നേടിയത്. ഈ സീറ്റുകളിൽ 14ഇടത്ത് BJPയാണ് ജയിച്ചത്. ഒരു സീറ്റിൽ രാഷ്ട്രീയ ലോക്ദളും ഒരു സീറ്റിൽ സോണിലാലിൻ്റെ അപ്നാദളും വിജയിച്ചു. ഈ സീറ്റുകൾ ഇല്ലായിരുന്നെങ്കിൽ NDAയുടെ അംഗബലം 277ലേക്ക് ചുരുങ്ങുമായിരുന്നു. കഷ്ടിച്ച് കേവല ഭൂരിപക്ഷം നേടുമെങ്കിലും കേന്ദ്രത്തിൽ വീണ്ടും കസേര പിടിക്കാൻ NDA ഒരുപാട് വിയർത്തേനെ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള UPയിൽ 33ഇടത്താണ് ഇത്തവണ BJP ജയിച്ചത്. NDA 36 സീറ്റ് നേടി. 37 സീറ്റ് നേടിയ സമാജ്വാദി പാർട്ടി സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. SPയുമായി ചേർന്ന് മത്സരിച്ച കോൺഗ്രസ് 6 സീറ്റും നേടി. ഇതോടെ ഇന്ത്യ മുന്നണി ആകെ നേടിയത് 43 സീറ്റ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും SP അധ്യക്ഷൻ അഖിലേഷ് യാദവ് കനൌജിലും ഗംഭീര വിജയം സ്വന്തമാക്കി. വാരണാസിയിൽ നരേന്ദ്രമോദി വിജയിച്ചെങ്കിലും ഭൂരിപക്ഷം 4.79 ലക്ഷത്തിൽ നിന്ന് 1.55 ലക്ഷത്തിലേക്ക് ചുരുങ്ങിയത് BJPക്ക് തിരിച്ചടിയായി. 2019 രാഹുൽ ഗാന്ധിയെ അട്ടിമറിച്ച സ്മൃതി ഇറാനി അമേഠിയിൽ ആട്ടപ്പടലം തോറ്റു. അക്ബർപൂർ, അലിഗഡ്, അംറോഹ, ബനസ്ഗോൺ, ഭദോഹി, ബിജ്നോർ, ദിയോരിയ, ഫറൂഖാബാദ്, ഫത്തേപൂർ സിക്രി, മീററ്റ്, മിർസാപൂർ, മിസ്രിക്, ഫുൽപൂർ, ഷാജഹാൻപൂർ, ഉന്നാവോ മണ്ഡലങ്ങളിലാണ് BSP ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് പിടിച്ചത്. ഇനി പറയുന്നത് കുറച്ച് കണക്കുകളാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. അക്ബർപൂരിൽ 44,345 വോട്ടിനാണ് BJP ജയിച്ചത്. ഇവിടെ BSP സ്ഥാനാർത്ഥി പിടിച്ചത് 73,140 വോട്ട്. അലിഗഡിൽ 15,647 വോട്ടിനാണ് SP തോറ്റത്. BSP പിടിച്ചത് 1.23 ലക്ഷം വോട്ട്. അംറോഹയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റത് 28,670 വോട്ടിനാണ്. BSP നേടിയത് 1.64 ലക്ഷം വോട്ടും. ബെൻസ്കോണിൽ വെറും 3,150 വോട്ടിനാണ് BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത്. ഇവിടെ BSP നേടിയതാവട്ടെ 64,750 വോട്ട്. ബിജ്നോറിൽ മത്സരിച്ച് SP തോറ്റത് 37,508 വോട്ടിനാണെങ്കിൽ മായാവതിയുടെ പാർട്ടി പിടിച്ചത് 2.18 ലക്ഷം വോട്ട്. ദിയോറിയയിൽ 34,842 വോട്ടിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റത്. BSP സ്വന്തമാക്കിയതോ 45,564 വോട്ടും. തീർന്നില്ല, ഫറൂഖാബാദിൽ 2,678 വോട്ടിൻ്റെ നേരിയ ഭൂരിപക്ഷത്തിനാണ് SP തോറ്റത്. BSP ഇവിടെ 45,390 വോട്ട് നേടി. BSP 1.20 ലക്ഷം വോട്ട് നേടിയ ഫത്തേപൂർ സിക്രിയിൽ കോൺഗ്രസ് തോറ്റത് 43,405 വോട്ടിനാണ്. ഹർദോയിൽ SPയുടെ തോൽവി 27,856 വോട്ടിനാണ്. BSP പിടിച്ചതാവട്ടെ 1.22 ലക്ഷം വോട്ട്. മീററ്റിൽ 10,585 വോട്ടിനായിരുന്നു SPയുടെ തോൽവി. ദലിത് പാർട്ടി നേടിയത് 87,025 വോട്ട്. മിർസാപൂരിൽ BSP നേടിയത് 1.44 ലക്ഷം വോട്ട്. SP തോറ്റത് 37,810 വോട്ടിനും. മിസ്രിക്കിൽ മത്സരിച്ച SPയുടെ തോൽവി 33,406 വോട്ടിനായിരുന്നു. BSP 1.11 ലക്ഷം വോട്ട് പിടിച്ചു. ഫുൽപൂരിൽ ചെറിയ മാർജിനിലായിരുന്നു SPയുടെ തോൽവി, 4,332 വോട്ടിന്. ഇവിടെ BSP നേടിയത് 82,586 വോട്ട്. ഷാജഹാൻപൂരിൽ BSP 91,710 വോട്ട് നേടിയപ്പോൾ SP ഇവിടെ തോറ്റത് 55,379 വോട്ടിന്. ഉന്നാവിൽ 35,818 വോട്ടിനായിരുന്നു SPയുടെ തോൽവി. BSP നേടിയത് 72,527 വോട്ടും. BSP മത്സരരംഗത്ത് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ വോട്ട് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നതിൽ തീർച്ചയില്ല. എന്നാലും 10,000-ൽ താഴെ വോട്ടിന് BJP ജയിച്ച മണ്ഡലങ്ങളിലെ ഫലം വ്യത്യസ്തമായേനെ എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് നേടിയ BSPക്ക് ഇത്തവണ നിലം തൊടാനായില്ല. വോട്ട് ബാങ്കായ ജാദവ് സമുദായത്തിൽ പോലും പാർട്ടിക്ക് വേണ്ടത്ര വേരോട്ടമുണ്ടാക്കാനായില്ല. 10% വോട്ടുകൾ മായാവതിയുടെ പാർട്ടിക്ക് കുറഞ്ഞുവെന്നാണ് വിലയിരുത്തൽ. പാർട്ടിയുടെ ഭൂരിപക്ഷം വോട്ടും SP കോൺഗ്രസ് മുന്നണി പിടിച്ചെന്നാണ് കരുതപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം BJPയെ സഹായിക്കാനാണ് എന്ന നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന കണക്കുകളാണ്
വോട്ടെണ്ണലിന് ശേഷം പുറത്തു വരുന്നത് എന്ന് സാരം.